ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു യാത്ര പോയൊരു വിശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഊട്ടിയിലോട്ടുള്ളൊരു യാത്രയാണ്. ഒരു രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വഴിക്കടവ് എത്തിയിട്ടോ. ഈ യാത്രയിൽ ഞാനും പിന്നെ എൻ്റെ അനിയത്തിയും അവളെ ഫാമിലിയും മക്കളുമാണ് കേട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യാത്ര ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ലോങ് ട്രിപ്പ് പോകണമെന്നാണ്. മാഷാ അല്ലാ, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നടക്കില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാൽ സത്യസന്ധമാണെങ്കിൽ അത് നടന്നിരിക്കും. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ യാത്രേൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ പ്രകൃതി, സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും മനോഹരമായൊരു പ്രകൃതിയിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. ഒരുപാട് പൈൻ കാടുകൾ, അതിലുപരി തേയിലത്തോട്ടങ്ങൾ. കാരണം നമുക്കറിയാം തമിഴ്നാട് ഊട്ടി ആ ഭാഗത്തൊക്കെ ഭയങ്കര നല്ല ഭംഗിയുള്ള പ്രകൃതിയാണ്. അത് ഞങ്ങളൊരു 7:30 ആയപ്പോൾ ഗൂഡല്ലൂർ അവിടെ നിന്നൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡും അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ ഫുഡിൻ്റെ അവർ കൊടുക്കുന്ന റേറ്റ് ഭയങ്കര. കാരണം ഇനി ആരെങ്കിലും യാത്ര പോകണമെങ്കിൽ ഗൂഡല്ലൂർ ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അവിടെ നിന്നൊന്നും കഴിക്കരുത്. ഭയങ്കര റേറ്റ്. കാരണം അവർ നമ്മൾ മലയാളികളാണോ അല്ലെങ്കിൽ വിസിറ്റേഴ്സാണ് നമ്മൾ ഊട്ടിയിലേക്ക് യാത്ര വരുന്നവരെന്ന് അറിഞ്ഞിട്ടാണ് അവർ ബില്ലിടുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിനുള്ളൊരു അത്രയൊരു വാല്യൂനുള്ളൊരു ബില്ലല്ല അവരിട്ടത് കേട്ടോ. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നീടുള്ള യാത്ര നമ്മളെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ തോന്നുന്നൊരു നിമിഷം ഉണ്ടാവുമല്ലോ, ശാന്തമായൊരു അന്തരീക്ഷം. അതുപോലെ എന്ന് പറയാം, നല്ല കോട ഇറങ്ങുന്ന സമയം, ആ പൈൻ മരങ്ങളിലൂടെ ആ കോട ഇറങ്ങുന്നത് കാണാൻ വളരെ മനോഹരം. എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം നമുക്ക് ഇതിലെത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ എൻ്റെ അമ്മോ അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാരണം ആ മരങ്ങൾ, അത് യൂക്കാലി മരങ്ങൾക്കിടയിലൂടെ മഞ്ഞിങ്ങനെ ഇറങ്ങുന്നതും അതിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അതിമനോഹരമായ അന്തരീക്ഷം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വീണ്ടും യാത്ര തുടർന്നിട്ട് വീണ്ടും നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രകൃതിയിലൂടെ നമ്മൾ യാത്ര പോകുന്ന പോലെയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട്. പ്രകൃതിയെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു കടകൾ, അവിടുത്തെ വൃത്തിയുണ്ട് കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റോഡൊക്കെ. കാരണം നമ്മൾ ഓൾറെഡി ഊട്ടി ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും അവർ അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ ഭംഗിയുള്ള റോഡുകളാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ടും ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ക്യാമറയിൽ ഞാൻ അവിടുത്തെ പ്രകൃതിയാണ് കേട്ടോ കൂടുതലും ക്യാപ്ചർ ചെയ്തത്. കാരണം നമ്മൾ കാണുന്ന ആകാശം ഇത്രയും ഭംഗിയുണ്ടെന്നും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മരങ്ങൾക്ക് എത്രയധികം സുന്ദരമാണെന്നും നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഊട്ടി യാത്രയിലൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10:30 ആയപ്പോഴാണ് നമ്മൾ ഊട്ടി എത്തിയത് കേട്ടോ. നമ്മൾ സാവധാനം, കാരണം രാവിലത്തെ യാത്ര ആകുമ്പോൾ അറിയാമല്ലോ, മക്കളും കൂടെ ഉണ്ടാകുമ്പോൾ ചിലർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് നേരം സ്ഥലത്ത് നിർത്തി അങ്ങനെ സാവധാനമാണ് കേട്ടോ പോയത്. അങ്ങനെ ഈ പോകുന്ന വഴികളിലെല്ലാം തേയിലത്തോട്ടങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് തേയിലത്തോട്ടങ്ങൾ. ഞാൻ ചിന്തിക്കുന്നതല്ല, നമ്മളൊക്കെ ഇവിടെ ഒരു ചെടി നട്ട് പിടിപ്പിച്ചാൽ വെള്ളം കിട്ടാഞ്ഞാൽ ആ ചെടിയൊക്കെ കരിഞ്ഞു പോവും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത്രയും മനോഹരമായ കാടുകളിൽ ഒരു തുള്ളി വെള്ളം പോലും എവിടെ നിന്നും കിട്ടുന്നില്ല, പ്രകൃതിയിൽ നിന്നുള്ള മഴ അല്ലാതെ. പക്ഷേ അത് അത്രയും ഭംഗിയിൽ പച്ച പിടിച്ച് നിൽക്കുന്നതുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ. ഈ തട്ടായിട്ട് കിടക്കുന്നതൊക്കെ ഇതാണ് കേട്ടോ, തേയിലയുടേതാണ്. പിന്നെ ക്യാരറ്റ് കൃഷി, അങ്ങനെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും. വളരെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊക്കെ ഒരു ഹാപ്പിനെസ് ഫീലിംഗ് കിട്ടുന്നൊരു ജേണി ആയിരുന്നു കേട്ടോ ഈ ഊട്ടിയിലേക്കുള്ള യാത്ര. അങ്ങനെ നമ്മൾ അവിടുത്തെ KSRTC ബസ്സാണ് കേട്ടോ. കാരണം നമ്മളെ കേരളത്തിലെ ബസ്സും അവിടുത്തെ ബസ്സും ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പ്രകൃതിയിലൂടെയും നമ്മുടെ മനസ്സിൽ
സന്തോഷം തരുന്ന ഒരുപാട് നിമിഷങ്ങളിലൂടെ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ യാത്ര പോകുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും പലർക്കും അതിന് പറ്റാറില്ല. കാരണം ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളാവാം. ഒരാൾ റെഡിയാണെങ്കിൽ ഒരാൾ ഉണ്ടാവില്ല. ഇനി എല്ലാവരും റെഡിയാണ്, പക്ഷേ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ. ഇഷ്ടമുണ്ടായിട്ടും നമുക്കത് നേടിയെടുക്കാൻ കഴിയാതെ വരുന്ന ഒരുപാട് അവസ്ഥ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് നമ്മളെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് തന്നെ പറ്റും കേട്ടോ. ആത്മാർത്ഥമായിട്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ പഠിച്ചത് നമ്മളെ കയ്യിൽ എത്തിക്കും. എന്തായാലും നമ്മളെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഊട്ടിയിലേക്ക് ഏകദേശമൊക്കെ എത്തി തുടങ്ങി. അങ്ങനെ ആ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ജീവിതത്തിൽ ഇനിയും ഇവിടെ യാത്ര വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ ഈ യാത്ര പോകുന്നത്. ഫസ്റ്റ് റീസൺ അവിടുത്തെ പ്രകൃതി തന്നെ. ഞാൻ വീണ്ടും പറയുന്നു, പ്രകൃതിയെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. മാഷാ അല്ലാ, അടിപൊളി. ഇതിൻ്റെ രണ്ടാം